മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വനിതാ ലീഗ് ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യമില്ലെന്ന് പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ. പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേതൃത്വം കൃത്യമായി പരിശോധിച്ച് നടപടി സ്വീകരിക്കും. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വൈകിയതിൽ ഒരു അതൃപ്തിയുമില്ലെന്നും ടീം UDF ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും ഫാത്തിമ തഹ്ലിയ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കോഴിക്കോട് നിന്ന് ആകാശ് തടത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രചരണമൊക്കെ ഏത് ഘട്ടത്തിലായി? അതെ, പ്രചരണം ഇപ്പോൾ നമ്മൾ കൺവെൻഷനിലേക്കൊക്കെ കടക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഈ പ്രദേശത്തുള്ള നമ്മുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, സാംസ്കാരിക പ്രവർത്തകർ, അങ്ങനെ എല്ലാ ആളുകളെയും സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഞങ്ങൾ കൺവെൻഷനിലേക്ക് എത്തി. പിന്നെ അതിലൂടെ എത്രയും പെട്ടെന്ന്, വളരെ കുറച്ച് ദിവസമാണല്ലോ ഉള്ളത്, അതുകൊണ്ട് വളരെ സ്മൂത്തായിട്ട് തന്നെ ലാൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഇവിടെയുള്ള ആളുകളൊക്കെ ഇതൊക്കെ നേതാക്കന്മാരാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഇടപെടലിലൂടെ വളരെ സുഗമമായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. പേരാമ്പ്രയിൽ വന്ന് എത്തിയപ്പോഴുള്ള കുറച്ച് റീൽസുകളൊക്കെ ശ്രദ്ധേയമാവുകയാണ്. ഇപ്പം എന്താ തോന്നുന്നത്? എന്താണ് അനുഭവം? അതെ, വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ്. എനിക്ക് സ്വപ്ന തുല്യമായിട്ടുള്ള സ്വീകരണം തന്നെയാണ് പേരാമ്പ്ര നൽകിയിട്ടുള്ളത്. ആ ഒരു പൾസിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അടിപൊളിയായിട്ട് തന്നെ ഈ നാട്ടിലുള്ള ആളുകളോടൊപ്പം സംസാരിച്ച് അവരുടെ രാഷ്ട്രീയം, അവരുടെ പ്രശ്നങ്ങൾ എല്ലാം നമ്മൾ കേട്ടുകൊണ്ട് അതിന് പരിഹാരം എങ്ങനെയാണോ അതൊക്കെ തേടിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വനിതാ ലീഗ് ഇടഞ്ഞു നിൽക്കുകയാണെങ്കിൽ അതൊരു പ്രതികൂലമായി ബാധിക്കുന്നു തോന്നുന്നുണ്ടോ? ഇതിൽ ഇടഞ്ഞു നിൽക്കുന്ന ഒരു പ്രശ്നവും ഇപ്പോൾ ഇല്ല. അതൊക്കെ പാർട്ടി സംവിധാനത്തിലൂടെ UDF മുന്നണിയുടെ ഒരു ഇടപെടലിലൂടെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിശോധിച്ച് വേണ്ട നടപടികളും കാര്യങ്ങളും ഒക്കെ പാർട്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വിഷയത്തിലേക്ക് നമ്മൾ സംസാരിച്ചു പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നത് അത് ലീഗിന് ഒരു അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അല്ല, അങ്ങനെ അതൃപ്തി ഉണ്ടാക്കുന്നതെന്നൊക്കെയുള്ള നിങ്ങളെ വായനയാണ്. അത്തരത്തിൽ യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് പോകുന്നത്. നിങ്ങളിവിടെ നോക്കൂ, ഇതിൽ നിങ്ങൾക്ക് ഒരു ലീഗിനെയോ ഒരു കോൺഗ്രസിനെയോ ഒന്നും നിങ്ങൾക്ക് അങ്ങനെ വേർതിരിച്ച് കാണാൻ പറ്റില്ല. ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു ടീമാണ്. ടീം UDF എന്നുള്ളതാണ് നമ്മളെ പ്രതിപക്ഷ നേതാവ് എപ്പോഴും പറയാറുള്ളത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് പോയി നോക്കിയാൽ അത് കാണാൻ പറ്റും. ഇവിടെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ മത്സരിക്കുന്ന ആൾ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് നോമിനേഷൻ കൊടുക്കാൻ തിങ്കളാഴ്ച വരെ സമയമുണ്ട്. അപ്പോൾ ആ ദിവസം ആരാണോ അന്ന് നോമിനേഷൻ കൊടുത്ത് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന അവരെ വിജയിപ്പിക്കാൻ ഏത് മണ്ണിലാണെങ്കിലും കേരളത്തിൽ എവിടെയാണെങ്കിലും സുസജ്ജമാണ് എന്നുള്ളത് ഞങ്ങളുടെ പ്രസിഡന്റ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങനത്തെ അത്തരത്തിലുള്ള യാതൊരു കൺഫ്യൂഷനും ഇല്ല. ഭൂരിപക്ഷം ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? അല്ല, അത് പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. 100 അടിപൊളിയായിട്ട് 100 ഔട്ട് ഓഫ് 100 കോൺഫിഡൻസിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നേരത്തെ ഷാഫി പറമ്പിലിൻ്റെ ഇലക്ഷൻ നിങ്ങൾക്ക് കണ്ടതാണ്. അത് കഴിഞ്ഞ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കണ്ടതാണ്. ഞങ്ങളിവിടെ എന്താ പറയുക, ഈ പേരാമ്പ്ര തൂക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും പാർലമെന്റിലെയും വിജയം തന്നെയാണ് ഇപ്പോൾ ഫാത്തിമ തഹ്ലിയ പറയുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ 100% വിജയിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ അരുൺ പുതുപ്പാടിക്കൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.